PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നോക്കുക, ആദ്യത്തെ വേർഡ് സൈറ്റ്. സ്പെല്ലിംഗ് നോക്കുക കേട്ടോ. ആദ്യത്തെ സൈറ്റ് ഏതാണ്? CITE. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മെൻഷൻ എന്നാണ് കേട്ടോ. CITE സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻഷൻ എന്നുള്ള മീനിങ് ആണ്. SITE സൈറ്റ്, ഇതിൻ്റെ മീനിങ് എന്താ? പ്ലോട്ട്, ഒരു സ്ഥലം, അങ്ങനെയുള്ളൊരു മീനിങ് ആണ് സൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് SIGHT, ഈ സൈറ്റ് എന്താണ്? വിഷൻ, കാഴ്ച എന്നുള്ളൊരു മീനിങ് ആണ് SIGHT സൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ CITE സൈറ്റ് എന്താണ്? മെൻഷൻ. SITE സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ട്. SIGHT സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ. ഈ മൂന്നും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേർഡ്സ് ആണ്, പഠിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ CITE സൈറ്റ് എന്ന് പറയുന്നത് മെൻഷൻ ആണ്. എന്നാൽ SITE സൈറ്റ് എന്താ? പ്ലോട്ടാണ്. അപ്പോൾ സൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇല്ലാത്തവരെന്ത് ചെയ്യുക? നമ്മളൊരു പ്ലോട്ട്, ഒരു സ്ഥലമൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കും അല്ലെ, സിറ്റ് എന്നുള്ളത് വരുന്നതാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. പ്ലോട്ട് എന്ന് പറയുന്ന മീനിങ് വരുന്നത് സിറ്റ്, SIT വരുന്നതാണ് പ്ലോട്ട്. പിന്നെ SIGHT സൈറ്റ്, വിഷൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ CITE എന്താണ്? മെൻഷൻ ആണ്. ആ രീതിക്ക് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ഇൻസൈറ്റും. അപ്പം നമ്മളിപ്പോൾ പഠിച്ചു സൈറ്റ്, വിഷൻ ആണ്. അപ്പോൾ ഇൻസൈറ്റ് എന്താണ്? ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സംവൺ ഓർ സംതിങ്. അപ്പോൾ ഒരു കാഴ്ചയാണ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ ഒരാളെ ആഴത്തിൽ മനസ്സിലാക്കുക, അയാളുടെ ഉള്ളു കാണുക എന്നുള്ളൊരു അല്ലേ, ഉൾക്കാഴ്ച, ഉള്ളു കാണുക. അപ്പോൾ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സംവൺ ഓർ സംതിങ് ആണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേതാണ്? ഇൻസൈറ്റ്, INCITE ഇൻസൈറ്റ് എന്ന് പറയുന്നത് വയലന്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇൻസൈറ്റ് എന്താണ്? വയലന്റ്. അടുത്ത 2 വേർഡ്സ് ആണ് ചൈൽഡിഷും ചൈൽഡ് ലൈക്കും. ചൈൽഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻസെൻസിബിൾ, അതായത് ബുദ്ധിശൂന്യമായിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ഒക്കെ ഇല്ലേ, അതിനാണ് ചൈൽഡിഷ് എന്ന് പറയാം. ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈക്ക് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് സെൻസിലാണ്, അതായത് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള അല്ലെ, ചൈൽഡ് ലൈക്ക് അപ്പിയറൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ? ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള അല്ലെ, ആ ഒരു മീനിങ് ആണ് ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ. ലൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മീനിങ്ങിൽ ഇന്നസെന്റ് എന്നുള്ളത്. ചൈൽഡിഷ് എന്ന് പറയുമ്പോൾ അത് ഇൻസെൻസിബിളും ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് കിട്ടിയോ? ആദ്യത്തേത് സൈറ്റ്, CITE സൈറ്റ് എന്ന് പറഞ്ഞാൽ മെൻഷൻ. SITE സൈറ്റ് പ്ലോട്ട്. SIGHT സൈറ്റ് എന്താണ്? വിഷൻ. INSIGHT ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സംവൺ ഓർ സംതിങ്. INCITE ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലന്റ്. ചൈൽഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെൻസിബിൾ. ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെന്റ്. ഓക്കെ, അടുത്ത വേർഡ്സ് നോക്കാം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അഡാപ്റ്റ്, അഡോപ്റ്റ്, അഡപ്റ്റ്, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊരുത്തപ്പെടുക എന്നുള്ളൊരു മീനിങ് ആണ്. അഡാപ്റ്റ് എന്താണ്? പൊരുത്തപ്പെടുക. അഡോപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്വീകരിക്കുക അല്ലെങ്കിൽ ദത്തെടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മൾ കുട്ടികളെയൊക്കെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ, ദത്തെടുക്കുക, സ്വീകരിക്കുക. അഡപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ള എന്നുള്ളതാണ് കേട്ടോ മീനിങ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുള്ള. അപ്പോൾ ഇത് തെറ്റാതിരിക്കാൻ വേണ്ടി, ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഈ അറിയാത്തവരുണ്ടെങ്കിൽ തെറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. അഡാപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, ആണ് അല്ലേ ഇവിടെ. അപ്പോൾ പൊരുത്തപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിൽ
എ ആണ് ഇവിടെ ജസ്റ്റ് ആ ഡിഫറൻസ് എന്താണ്, ഇവിടെ എ വരുന്നുണ്ട്, ഇവിടെ ഒ വരുന്നുണ്ട്, ഇവിടെ ഇ വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ബാക്കി ADPT കോമൺ ആണ് അല്ലേ. അപ്പൊ അഡാപ്റ്റ് എ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആണ്, പൊരുത്തപ്പെടുക എന്നുള്ള ഒരു മീനിങ് ആണ് എന്നുള്ള രീതിക്ക് എ വന്നു കഴിഞ്ഞാൽ പൊരുത്തപ്പെടുക. ഇനി അഡോപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വേർഡിൽ നിന്ന് തന്നെ ഓപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വീകരിക്കുക, ദത്തെടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഓപ്റ്റ് ചെയ്യുക. അപ്പൊ അഡോപ്റ്റ്. ദെൻ അഡപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡെപ്ത് എന്നുള്ളൊരു മീനിങ്ങിൽ ജസ്റ്റ് എടുക്കാം. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഡെപ്ത്, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ല ഡെപ്ത് ആയിട്ട് അറിവുണ്ടെങ്കിൽ എന്താണ്, അതിന് കഴിവുള്ള ആളെന്ന് നമുക്ക് വിളിക്കാം അല്ലെ. ഇപ്പൊ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തിലും ഡെപ്ത് ആയിട്ട് അറിവുണ്ടെങ്കിൽ കഴിവ് എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് അഡപ്റ്റ് കഴിവുള്ള എന്നുള്ള രീതിക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അഡാപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തപ്പെടുക, അഡോപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദത്തെടുക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക, അഡപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കഴിവുള്ള. ഓക്കെ, അടുത്തത് രണ്ടെണ്ണം നോക്കുക, ക്യാൻവാസും. ഇത് നോക്കിയേ, CANVAS ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പരുക്കൻ തുണിയാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. അടുത്തത് CANVASS ക്യാൻവാസ് എന്ന് പറയുമ്പോൾ വോട്ട് തേടുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു S ആണ്, ഇവിടെ 2 S ആണ്. അപ്പോൾ ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ക്യാൻവാസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 S ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 S ആസ് എന്ന അവസാനം വരുന്നത്, ആസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കഴുതയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വോട്ടൊക്കെ തേടി അല്ലെങ്കിൽ വോട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് എന്താ കഴുതകളാകുകയാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാൻവാസ് എന്ന് പറയുമ്പോൾ വോട്ട് തേടുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുവാണ്. അപ്പോൾ ക്യാൻവാസ് എന്താണ്, വോട്ട് തേടുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക. ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു S എന്താണ്, ഒരു തരം പരുക്കൻ തുണി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് ഒരു തരം പരുക്കൻ തുണി, 2 S ഉണ്ടെങ്കിൽ ആസ് ഉണ്ടെങ്കിൽ എന്താണ്, വോട്ട് തേടുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴുതിയാവുമല്ലേ അവിടെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ക്യാൻവാസ് വോട്ട് തേടുക, അഭ്യർത്ഥിക്കുക. അടുത്തത് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ, കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമോപദേശകൻ. അപ്പൊ ഇവിടെ CIL ആണെങ്കിൽ സഭയാണ് കൗൺസിൽ. ഇവിടെ CONSEL ആണെങ്കിൽ കൗൺസിൽ ആണെങ്കിൽ എന്താണ്, നിയമോപദേശകൻ ആണ് കേട്ടോ. അപ്പൊ ഇത് തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൗൺസിൽ ഒരു സഭ അല്ലെങ്കിൽ സമിതി എന്ന് പറയുമ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ, മെമ്പേഴ്സ് ആയിട്ട്. അപ്പൊ അവിടെ ഞാനും ഉണ്ടാവും എന്ന് ഓർത്താൽ മതി. ഐ എന്ന് പറയുന്ന ഒരു സ്പെല്ലിംഗ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ COUNCIL ആണ്. അപ്പൊ ഞാനും ഉണ്ടാവും, സഭയിൽ ഞാനും ഉണ്ടാവും എന്ന് ഓർത്താൽ മതി. അപ്പൊ കൗൺസിൽ സഭ, വന്നു കഴിഞ്ഞാൽ സഭയാണ്, വന്നു കഴിഞ്ഞാലാണ് നിയമോപദേശകൻ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അഡാപ്റ്റ് പൊരുത്തപ്പെടുക, അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുക, അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിവുള്ള, ക്യാൻവാസ് ഒരു തരം പരുക്കൻ തുണി, ക്യാൻവാസ് വോട്ട് തേടുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക, കൗൺസിൽ സഭ, കൗൺസിൽ നിയമോപദേശകൻ. അടുത്ത വേർഡ് കോംപ്ലിമെന്റ്. ഇവിടെ നോക്കുക സ്പെല്ലിംഗ്, COMPLIMENT കോംപ്ലിമെന്റ് ഉണ്ട്. ഉപചാരം അല്ലെങ്കിൽ അഭിനന്ദനം എന്നുള്ള മീനിങ് ആണ് ഈ കോംപ്ലിമെന്റ്. അടുത്ത കോംപ്ലിമെന്റ് നോക്കിക്കേ, COMPLEMENT ആണ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂരകം എന്നുള്ളത്, ഒന്നിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള മീനിങ് ഉണ്ടല്ലോ, പരിപൂരകം, അതാണ് ഈ കോംപ്ലിമെന്റ് കേട്ടോ. അപ്പൊ കോംപ്ലിമെന്റ് ഇവിടെ I എന്ന് കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ അത് ഉപചാരം അല്ലെങ്കിൽ അഭിനന്ദനം. കോംപ്ലിമെന്റ് ഇവിടെ ആണെങ്കിൽ അത് പരിപൂരകം. അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ആരെങ്കിലുമൊക്കെ അഭിനന്ദിക്കുന്നത് അല്ലെ, നമ്മളെ സ്വന്തമായിട്ട്. അപ്പൊ അതായത് എന്നെ അഭിനന്ദിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നുള്ള രീതിയിൽ ഇവിടെ ഉണ്ടെന്ന് ഓർത്താൽ മതി. അപ്പോൾ കോംപ്ലിമെന്റ്, COMPLIMENT കോംപ്ലിമെന്റ് എന്താണ്, ഉപചാരം അല്ലെങ്കിൽ അഭിനന്ദനം. ഇവിടെ ആണ് വരുന്നതെങ്കിൽ എന്താണത്, പരിപൂരകം. ഓക്കെ, അടുത്തത് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തൻ എന്നുള്ളതാണ്. ഇവിടെ ആണ് വരുന്നത്. കോൺഫിഡൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആത്മവിശ്വാസമുള്ള. ഓക്കെ, അപ്പൊ കോൺഫിഡൻറ്റ് ആണെങ്കിൽ വിശ്വസ്തൻ, ആണെങ്കിൽ എന്താണ്, ആത്മവിശ്വാസം ഉള്ള. ഓക്കെ, അപ്പൊ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ട് എനർജി ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ, സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എനർജി ആയിരിക്കും എന്നുള്ള രീതിയിൽ എനർജിയുടെ ആണ് ഇവിടെ വരുന്നതെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ കോൺഫിഡൻറ്റ് ആണ് ഇവിടെ വരുന്നത്, ആത്മവിശ്വാസമുള്ള. കോൺഫിഡൻറ്റ് എന്താണ്, വിശ്വസ്തൻ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അടുത്തത് ക്രെഡിബിൾ വിശ്വാസയോഗ്യമായ. ക്രെഡിബിൾ എന്താണ്, വിശ്വാസയോഗ്യമായ. ക്രെഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം വിശ്വസിക്കുന്ന, അതായത് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിച്ച് കളയും, അങ്ങനെയുള്ള ആളുകളെയാണ്, അതിനെയാണ് ക്രെഡുലസ് എന്ന് പറയുക. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഓക്കെ, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നതിനെയാണ് ക്രെഡുലസ് എന്ന് പറയുന്നത്. ക്രെഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിശ്വാസയോഗ്യമായ, അതാണ് ക്രെഡിബിൾ. ഓക്കെ, അപ്പൊ ക്രെഡിബിൾ വിശ്വാസയോഗ്യമായ. ക്രെഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എളുപ്പം വിശ്വസിക്കുന്ന.
അടുത്തത് സീസ്, CASE, സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. SEIZE, ഇതും സീസ് ആണ്. അതിന്റെ അർത്ഥം എന്താ? പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് സീസ്, പിടിച്ചെടുക്കുക. ഇതെന്താണ്? CASE ആണെങ്കിൽ അവസാനിപ്പിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ EASE ആണ് അല്ലേ. അപ്പോൾ EC എന്ന് പറയുന്നതിന്റെ EAS അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ എന്താണ്, നമ്മൾ പഠിക്കുന്നതാണെങ്കിലും ജോലി ചെയ്യുന്നതാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് തുടർന്നു കൊണ്ടുപോകാനാണ് കഷ്ടം അല്ലെ. ജീവിതമാണെങ്കിലും അത് ശരി, ഒരു ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും അവസാനിപ്പിക്കാൻ വളരെ ഈസി ആണെന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ECയുടെ EAS ആണ് അവസാനിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് വരുന്നത്. മറ്റേത് എന്താ? അപ്പോൾ പിടിച്ചെടുക്കുക. ഓക്കെ, കണക്ട് ചെയ്യാലോ. അപ്പോൾ നോക്കുക, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപചാരം അല്ലെങ്കിൽ അഭിനന്ദനം. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ് ഈ വന്നു കഴിഞ്ഞാൽ പരിപൂരകം. കോൺഫിഡൻറ്റ്, വിശ്വസ്തൻ. കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസമുള്ള. ക്രെഡിബിൾ, വിശ്വാസയോഗ്യമായ. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ എളുപ്പം വിശ്വസിക്കുന്ന. സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. സീസ് എന്താണ്? പിടിച്ചെടുക്കുക. സ്പെല്ലിംഗ് നോക്കുക, നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ആ കണക്ഷൻ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത വേർഡ് നോക്കുക, ആൾട്ടർനേറ്റ്. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആഫ്റ്റർ അനദർ ആണ്. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റൊരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ചോയ്സ് എന്നുള്ളൊരു മീനിങ് ആണ് ആൾട്ടർനേറ്റീവ്. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺ ആഫ്റ്റർ അനദർ ആണ്. ഓക്കെ, വൺ ആഫ്റ്റർ അനദർ ആണ് ആൾട്ടർനേറ്റ്. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ. അടുത്തത് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ്, നമുക്കറിയാം അല്ലേ. പേഴ്സണൽ, ഇവിടെ NNEL വന്നു കഴിഞ്ഞാൽ എന്താണ്? എംപ്ലോയീസ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ആ വേർഡിൽ തന്നെ ഉണ്ട് നമുക്ക് കണക്ഷൻ. പേഴ്സണൽ പറയുമ്പോൾ NAL ആണ്, AL. ഇപ്പോൾ ഇൻഡിവിജ്വൽ, ഇവിടെയും AL അവസാനിക്കുന്നത്. പേഴ്സണൽ, ഇൻഡിവിജ്വൽ. ഇവിടെ NEL ആണെങ്കിൽ ഇവിടെയോ YEES ആണ്, എംപ്ലോയീസ്. ഉണ്ടോ? ഈ വരുന്നത് എംപ്ലോയീസും AL വരുന്നത് ഇൻഡിവിജ്വൽ. AL വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അടുത്തത് എലിസിറ്റ്. എലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റെയിൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എലിസിറ്റ് എന്താണ്? ഒപ്റ്റെയിൻ. ഇല്ലിസിറ്റ് എന്താണ്? ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ. അപ്പോൾ ഇവിടെ ILL ആണ്, ഇവിടെയും ILL ആണ് അല്ലേ. അപ്പോൾ ഇല്ലിസിറ്റ്, ഇല്ലീഗൽ. ആ LL വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എലിസിറ്റ് എന്താ? ഒപ്റ്റെയിൻ. അടുത്ത വേർഡ്സ് ആണ് സ്റ്റേഷനറിയും സ്റ്റേഷനറിയും. സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറ്റ് റെസ്റ്റ്. അപ്പോൾ സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ എന്താ അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന എന്നുള്ളൊരു അറ്റ് റെസ്റ്റ് എന്നുള്ളതാണ് സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത്. അടുത്തത് സ്റ്റേഷനറി. അതെന്താ സ്റ്റേഷനറി എന്ന് പറയുന്നത്? ഐറ്റംസ്, ഷോപ്പ്, നമ്മളിപ്പോൾ കടയിലൊക്കെ പോയി സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിക്കത്തില്ലേ, അതാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത് കേട്ടോ. NERY ആണെങ്കിൽ ഐറ്റംസ് എന്നുള്ള ഒരു മീനിങ്ങും, NARY ആണെങ്കിൽ എന്താണ്? അറ്റ് റെസ്റ്റ് ആണ് കേട്ടോ. അറ്റ് റെസ്റ്റ്. അപ്പോൾ അറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ A വരുന്നത് അറ്റ് റെസ്റ്റ്. ഓക്കെ, E വരുന്നത് ഐറ്റംസ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആഫ്റ്റർ അനദർ. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ്. എലിസിറ്റ്, ഒപ്റ്റെയിൻ. ഇലിസിറ്റ്, ഇല്ലീഗൽ. സ്റ്റേഷനറി, അറ്റ് റെസ്റ്റ് ആണ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റംസ് അല്ലെങ്കിൽ ഷോപ്പ്. അടുത്തത് 3 വേർഡാണ് ഇൻഷുർ, എൻഷുർ, അഷ്വർ. 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്യൂർ ആണ്, സെക്യൂർ. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നത് സെക്യൂരിറ്റിക്ക്. അപ്പോൾ ഇൻഷുർ, സെക്യൂർ. എൻഷുർ എന്താ? ടു മേക്ക് ഷുവർ ആണ്, എൻഷുർ. അപ്പോൾ ഇവിടെ ഷുവർ എന്നുള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് ഷുവർ, ടു മേക്ക് ഷുവർ ആണ് എൻഷുവർ അല്ലെങ്കിൽ കൺഫേം. ഇനി അഷ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടു ടെൽ സം കോൺഫിഡൻ്റ്ലി ദാറ്റ് സംതിങ് ഈസ് ട്രൂ എസ്പെഷ്യലി സോ ദാറ്റ് ദേ ഡു നോട്ട് വറി. ഓക്കെ, അപ്പോൾ ടു ടെൽ സം കോൺഫിഡൻ്റ്ലി, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ശരിയാണ് എന്നുള്ളത് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പറയുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാവാത്ത രീതിയിൽ പറയുക. ആ ഒരു രീതിക്കാണ് അഷ്വർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ, നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. എൻഷുർ എന്ന് പറയുമ്പോൾ ഷുവർ, ടു മേക്ക് ഷുവർ എന്നുള്ളത്. അഷ്വർ എന്താണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക കേട്ടോ. അടുത്തത് വെയറിയും വെയറിയും. വെയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഷ്യസ് അല്ലെങ്കിൽ കെയർഫുൾ ആണ്. വിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയേർഡ് അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ എന്താണ് കെയർഫുൾ, നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് വെയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെയറി എന്നുള്ളത് ജസ്റ്റ് ഇപ്പോൾ എന്താണ്, ഇവിടെ വാറുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് ആ വാറുമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ വാറൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വാറൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി കേട്ടോ. വെയറിയിൽ വാറാണെങ്കിൽ, വാർ എന്ന് പറയുമ്പോൾ എന്താ യുദ്ധമല്ലേ, ഇപ്പോൾ യുദ്ധമൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നുള്ള രീതിയിൽ വെയറി, കോഷ്യസ് അല്ലെങ്കിൽ കെയർഫുൾ എടുക്കാം.
ഇപ്പോൾ WEARY ആണെങ്കിലോ ടയേർഡ്, എക്സോസ്റ്റഡ് എന്നുള്ള മീനിങ് ആണ്. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ വാറ് വരുമ്പോഴാണ് നമ്മൾ കെയർഫുൾ ആവേണ്ടത്. അപ്പോൾ വെയറി കെയർഫുള്ളും, വിയറി എന്താണ് ടയേർഡ് ആൻഡ് എക്സോസ്റ്റഡ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ എന്താണ് വേർഡ്സ് എന്ന് പറയുന്നത്. വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വേർഡ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അബ്രീവിയേഷൻ